അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വില്ല കുസാറ്റിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ 5 സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് വരുന്ന ഒരു കിടിലം വില്ലയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. നമുക്കിവിടെ ഫസ്റ്റ് പ്രൈമറി ആയിട്ട് ഒരു വലിയൊരു SUV പാർക്ക് ചെയ്യാനുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി സ്പേസിൽ നമുക്ക് ഒരു ചെറിയ വാഹനവും പാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡബിൾ ഡോറാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലേക്ക് തുറക്കാവുന്ന 2 പാളി ഡോറാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ വിശാലമായ ഒരു ലിവിംഗ് ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. വിശാലമായ ലിവിംഗ് ഏരിയയുടെ ഈ സൈഡിലായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡബിൾ ഹൈറ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ നമുക്ക് ലിവിംഗ് ഏരിയ കാണാവുന്ന രീതിയിലാണ് ബാൽക്കണി വരുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് വിശാലമായ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയുടെ ഈ സൈഡിലായിട്ട് നമുക്ക് ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. മോഡുലർ ടൈപ്പ് ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വർക്ക് ഏരിയയും വരുന്നുണ്ട്. വർക്ക് ഏരിയയുടെ ഈ സൈഡിലേക്കും അതുപോലെ തന്നെ ഈ സൈഡിലേക്കും നമുക്ക് വീടിൻ്റെ 2 സൈഡിലേക്കും പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ കബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ മൾട്ടിവുഡിൽ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല വെറൈറ്റി ഒരു കളർ പാറ്റേൺ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിച്ചൻ്റെ ടേബിൾ നോക്കുകയാണെങ്കിൽ വൈറ്റ് ഗ്രാനൈറ്റിൽ ഡബിൾ ഗ്രാനൈറ്റ് എല്ലാം കൂടെ നല്ല കിടിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കബോർഡ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ കിച്ചണിൽ നിന്ന് നേരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സേറയുടെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസും വരുന്നത്. അപ്പോൾ താഴത്ത് നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിൻ്റെ സീലിംഗ് വർക്കും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഫിറ്റിംഗ്സ് എല്ലാം വർക്ക് ഫിനിഷ്ഡ് ആണ്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഡിസൈനിൽ ചെയ്തിരിക്കുന്ന കബോർഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റോടു കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് താഴത്തെ നിലയിൽ വരുന്ന 2ാമത്തെ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. നല്ല വിശാലമായ ബെഡ്റൂമാണ്. ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് കബോർഡ് വർക്കുകൾ കാണാം. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിംഗ് വർക്കെല്ലാം നല്ല വ്യത്യസ്തമായാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ബെഡിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് കിടക്കാം. അപ്പോൾ സ്റ്റെയറിൽ നോക്കുകയാണെങ്കിൽ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസും വുഡൻ വർക്കും കൊടുത്താണ്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോസ്റ്റ് മോഡേൺ ടൈപ്പ് സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വെറൈറ്റി ഒരു അടിപൊളി ഷാൻഡിയർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു TV യൂണിറ്റ് ഏരിയ, ഒരു സെക്കൻഡറി TV യൂണിറ്റ് ഏരിയ, കിഡ്സിനൊക്കെ വേണമെങ്കിൽ TV സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു TV യൂണിറ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി റൂമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം. നമ്മൾ താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പവും അതേ ഡിസൈനും തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല വ്യത്യസ്തമായ രീതിയിൽ കബോർഡ് വർക്കൊക്കെ കൊടുത്ത് നല്ല വലിയൊരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്, വെളിച്ചം എടുക്കാവുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരു വർക്ക് സ്റ്റേഷൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബെഡ്റൂം വർക്ക് സ്റ്റേഷനായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യും. ഇവിടെ ഒരു കബോർഡ് നമ്മുടെ ക്ലോത്ത് കാര്യങ്ങളെല്ലാം വെക്കാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡറി ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. വീട്ടിലെ ലേഡീസിനോ അങ്ങനെ ഉള്ളവർക്ക്, ഇപ്പോൾ താഴത്ത് കുറച്ച് പ്രായമുള്ളവരൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ അവർക്ക് താഴെ യൂസ് ചെയ്യാം. മുകളിൽ നമ്മളെപ്പോലുള്ള ടീനേജ് പിള്ളേർക്കും കുട്ടികൾക്കൊക്കെ മുകളിൽ യൂസ് ചെയ്യാവുന്നൊരു ലിവിങ് ഏരിയയാണ്. ഈ ലിവിങ്ങോട് ചേർന്ന് തന്നെ നമുക്ക് വിശാലമായൊരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ബാൽക്കണിയാണ്. നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം നല്ല ഡീസൻറ്റ് സൈസ് ഒരു 5 സീറ്ററോ 6 സീറ്ററോ സോഫ സെറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കർട്ടനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതും ഒരു പാർട്ടി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു വ്യൂ ആണ്. നമ്മുടെ ഈ റെസിഡൻഷ്യൽ ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. ഇനി നമുക്കിവിടെ ഒരു യൂട്ടിലിറ്റി റൂമും വരുന്നുണ്ട്. ആ യൂട്ടിലിറ്റി റൂം ഒന്നില്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു റൂമാണ്, നമുക്കൊരു വർക്ക് സ്റ്റേഷനായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ TV യൂണിറ്റ് വരുന്ന ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് പുറത്തേക്ക് കിടക്കാനായിട്ട്, അതായത് നമ്മുടെ റൂഫ് ടോപ്പിലേക്ക് കിടക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലോത്ത് കാര്യങ്ങളെല്ലാം അവിടെ വാഷ് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുപോയി ഉണക്കാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഉള്ള സൗകര്യം ചെയ്യാം. അപ്പോൾ കുസാറ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും 1.5 കിലോമീറ്ററും അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്ററും ലുലു മാളിലേക്ക് 5 കിലോമീറ്ററുമാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ 13ഉം ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് 10 കിലോമീറ്ററും.
പിന്നെ എയർപോർട്ട് 20 കിലോമീറ്റർ ഏകദേശം നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് 2 കാർ പാർക്കിംഗ് സൗകര്യം വരുന്നുണ്ട്. കുടിവെള്ളത്തിനായി വാട്ടർ കണക്ഷൻ ഉണ്ട്. 3 ഫേസ് കറണ്ട് കണക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ്. പ്ലംബിങ്ങിനും ഇലക്ട്രിക്കിനും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില വെറും 1.6 CR ആണ്. 1,60,00,000. അതും നല്ലൊരു ജെനുവിൻ കസ്റ്റമർക്ക് നല്ല രീതിയിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് നമ്മൾ മേടിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഈ ഒരു പ്രോപ്പർട്ടി ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാനും സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.